കൊല്ലത്ത് 13 വയസ്സുകാരിയെ കാണാനില്ലെന്ന് പരാതി ഉയർന്നിരിക്കുന്നു. ആവണീശ്വരത്ത് ഫാത്തിമയെയാണ് കാണാതായത്. അമ്മ വഴക്കു പറഞ്ഞതിനാണ് കുട്ടി വീട് വിട്ടുപോയതെന്ന വിവരം ലഭിക്കുന്നു. വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സുഹൃത്തിനെ വിളിച്ച് വീട് വിട്ടുപോവുകയാണെന്ന് വിവരം പറഞ്ഞു. കുന്നിക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദിലീപ് ദേവസിയാണ് ചേരുന്നത് കൊല്ലത്തുനിന്ന്. ദിലീപ്, എന്താണ് സംഭവിച്ചത്? ഈ വഴക്ക് പറഞ്ഞതാണോ കുട്ടി ഇങ്ങനെ പോകാൻ ഇടയാക്കിയത്? എന്താണ് വിവരം? വിനീത, ഇന്ന് വൈകിട്ട് 4:30 പെൺകുട്ടി വീട് വിട്ടു പോകുകയാണെന്ന വിവരം സുഹൃത്തിനെ വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ കാരണം പറഞ്ഞത് തന്നെ വീട്ടിൽ നിന്ന് അമ്മ വഴക്ക് പറഞ്ഞു എന്നാണ്. ഇതിനെ തുടർന്ന് അമ്മയും പോലീസും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ അമ്മ പറയുന്നത് ഇന്ന് രാവിലെ താൻ ജോലിക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് മകളുമായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ വാക്കുതർക്കമുണ്ടായി, മകളെ വഴക്ക് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആവണീശ്വരം ഷാനവാസ് സാജിദ ദമ്പതികളുടെ മകളാണ് 13 വയസ്സുള്ള ഫാത്തിമയെ രാവിലെ അമ്മ വഴക്ക് പറഞ്ഞു എന്ന് ശരിയാണ്. അത് പോലീസിനോട് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചു വരുമ്പോൾ മകൾ അവിടെ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ കൊറിയർ ഓഫീസിൽ ജോലി കഴിഞ്ഞ് വൈകിട്ട് 4 മണിയാകുമ്പോൾ എത്തിയിട്ടില്ല. പിന്നീടാണ് സുഹൃത്തിന്റെ ഫോണിലേക്ക് ഇത്തരത്തിൽ ഒരു സന്ദേശം വരുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4:40 സുഹൃത്തിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് താൻ വീട് വിട്ട് പോകുകയാണെന്ന വിവരം സുഹൃത്തിനോട് പറയുന്നത്. ഉടൻ തന്നെ ഇക്കാര്യം പിതാവ് ഷാനവാസിനെ അറിയിക്കുകയും ഷാനവാസ് കുന്നിക്കോട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പെൺകുട്ടിയുടെ പക്കൽ മൊബൈൽ ഫോൺ ഒന്നും തന്നെ ഇല്ലാത്തത് പോലീസിനെ ഇപ്പോൾ വട്ടം കറക്കിയിരിക്കുകയാണ്. പെൺകുട്ടിയുടെ ഫോട്ടോ അടക്കം മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലേക്കെല്ലാം അയച്ച് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പോലീസും മറ്റ് സുഹൃത്തുക്കളെല്ലാം തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. കാര്യങ്ങൾ ഈ ഫോൺ വിളിച്ച വൈകിട്ട് 4:40 ഫോൺ വിളിച്ച കുട്ടിയോട് കൂടുതൽ വിവരങ്ങളടക്കം പോലീസ് ചോദിക്കുന്നുണ്ട്. എങ്ങോട്ട് പോയി എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് എന്തായാലും ഉടൻ തന്നെ പോലീസ് കുട്ടിയെ കണ്ടെത്തുമെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം അടക്കം മലപ്പുറത്തു നിന്നും ഇത്തരത്തിൽ പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് തന്നെ ആയിരിക്കാം ഉടൻ തന്നെ തിരിച്ചെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കുടുംബവും പോലീസും മുന്നോട്ട് വെക്കുന്നത്. അടുത്ത സുഹൃത്തിനെയാണോ വിളിച്ചത്? അവരോട് എങ്ങോട്ടാണ് പോകുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ? അടുത്തുള്ള ബന്ധുക്കളെ ആരെങ്കിലും കാണാൻ പോയതായിരിക്കുമോ? അങ്ങനെയുള്ള വീടുകളിലോ മറ്റോ പോയതായിരിക്കുമോ? അത്തരം അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ടോ? പോലീസ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലെത്തിയിരിക്കുന്നത് ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന ഫോൺ കോൾ ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തിനെയാണ് മറ്റൊരു ഫോണിൽ നിന്നാണ് വിളിച്ചത്. ആ ഫോൺ നമ്പർ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇതൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ആളാണെന്ന് പോലീസിന് വ്യക്തമാകുകയും ചെയ്തു. 4:40 വൈകുന്നേരം ഒട്ടേറെ തിരക്കുണ്ടായിരുന്നു. അതായത് പൊങ്കൽ കഴിഞ്ഞ് നിരവധി യാത്രക്കാരടക്കം ട്രെയിനിൽ ഉണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിലടക്കം നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. നമ്മളിപ്പോൾ റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അടക്കം പെൺകുട്ടിയെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലടക്കം പോലീസ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. റെയിൽവേ ട്രെയിനിനകത്തും RPF അടക്കം വിവരങ്ങൾ കൈമാറുകയും പെൺകുട്ടിയുടെ ഫോട്ടോ അടക്കം അയച്ചു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തുന്നത്. പെൺകുട്ടിയുടെ പിതാവ് ഷാനവാസിനെയും സാജിദയുടെ അടക്കം ഇത്തരത്തിൽ വിനീത സൂചിപ്പിച്ചതുപോലെ മറ്റ് ബന്ധുക്കളടക്കം ഉണ്ടോ, അടുത്ത ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ കയറി പോകാൻ വല്ല ദൂരത്തുള്ള ആരെങ്കിലും ഉണ്ടോ എന്നടക്കം പോലീസ് ചോദിച്ചറിയുന്നുണ്ട്. എന്തായാലും പെൺകുട്ടി ഉടൻ തന്നെ തിരിച്ചെത്തും. പോലീസ് കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വിനീത.